പറയുന്നത്. ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ലിസാനിൽ എന്തുണ്ടായിരുന്നു? ഒരു ഉഖ്ദത്ത് ഉണ്ടായിരുന്നു. ആ ഉഖ്ദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരാവിധം സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ, ചില അക്ഷരങ്ങൾ പറയാനും അല്ലെങ്കിൽ നേരാവിധം സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട്? അതിനാണ് ചില ചരിത്രങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഹദീസുൽ ഫുത്തൂൻ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. ഹദീസുൽ ഫുത്തൂൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ വലക്കത് ഫതന്നാക ഫുത്തൂന എന്ന് പറഞ്ഞില്ല അള്ളാഹു, നിങ്ങളെ ഞാൻ ചില പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അള്ളാഹു. ആ ഫുത്തൂൻ, അതാണ് ഹദീസുൽ ഫുത്തൂൻ. അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വിശാലമായ ഹദീസുണ്ട്. ആ ഹദീസിൽ പിന്നെ ചില റിപ്പോർട്ടുകളിൽ ഈ ഹാഫിദ് ഇബ്നു കസീർ മറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അതിലെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജംറത്തിൻ്റെയും ഒരു തമ്രത്തിൻ്റെയും കഥ ഉണ്ട്. എന്താ ഈ ജംറത്ത് തീക്കനൽ, തമ്രത്ത് ഈത്തപ്പഴം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തമ്രത്തിൻ്റെയും ജംറത്തിൻ്റെയും കഥ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉമ്മ പാലൂട്ടിയിട്ട് വീണ്ടും കൊടുക്കുന്നത് എവിടേക്കാണ്? പിന്നെ കൊട്ടാരത്തിലേക്കാണ്, ഫിർഔൻ്റെ അടുക്കലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആസിയ ബിന്ത് മുസാഹിബിൻ്റെ അടുക്കൽ മൂസ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആസിയ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിർഔൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫിർഔൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടി ഫിർഔനെ തലക്കടിച്ചു, താടി പിടിച്ച് വലിച്ചു എന്നാണ്. തലക്കടിച്ച് താടി പിടിച്ച് വലിച്ചു. അപ്പം ഫിറോവിന് അല്ലെങ്കിൽ തന്നെ ഇത് പിന്നെ എന്താ പറയുക, ഫിറോവിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നല്ല എന്ന മാതിരിയാണ്. ആസിയാനെ ഓർത്തിട്ട് ഇതിനോട്ട് ഒഴിവാക്കാനും വയ്യ, സ്വന്തം കാര്യം ആലോചിച്ചിട്ട് ഫിറോവിന് ഇതിനായിട്ട് പൊറുതിയില്ല. അങ്ങനെയാണ് ഫിറോവൻ. അതിൻ്റെ അടിയിലാണ് താനെ പോണ തോണി അതിനൊരു ഉന്തും പിന്നെ ഒരു തള്ളെന്ന് പറഞ്ഞ മാതിരി ഈ ഫിറോവിൻ്റെ താടി പിടിച്ചിട്ട് ഇത് വലിക്കണത്, തലക്കടിച്ചും ചെയ്തതാണ് കയ്യിലെന്തോന്നുള്ളതുകൊണ്ട് ചെറുപ്പോട്ടുകൾ. അപ്പോൾ ഫിറോവൻ ആസിയാനോട് പറയാണ്, ഇത് ഇന്നെ കൊല്ലാനുള്ള ഇതാണുള്ള പ്രശ്നം. ഫിറോവിന് കുട്ടികളെ കൊല്ലാൻ കാരണം എന്താണ്? ഫിറോവിനെ അട്ടിമറിക്കും തകർക്കും എന്നുള്ളതാണ്. ഇവൻ്റെ കയ്യാലാണ് എൻ്റെ അന്ത്യം എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊല്ലാൻ പറയാണ്, കുട്ടീനെ കൊല്ലാൻ പറയാണ്. അപ്പോൾ ആസിയ ഇടപെടുകയാണ്, കുട്ടിയാണ്, നേരം വിധം വകതിരിവില്ല, ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് ഫിറോൻ അത് ചെയ്യരുത് എന്ന് പറയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ആസിയ എന്ത് ചെയ്യാണ്? രണ്ട് പാത്രങ്ങളിൽ, ഒരു പാത്രത്തിൽ തീക്കനലും മറ്റൊരു പാത്രത്തിൽ തമ്പറും കാരക്കയും കൊണ്ടുവന്നിട്ട് കുട്ടീൻ്റെ മുന്നിൽ വെക്കുകയാണ്, മൂസാൻ്റെ മുമ്പിൽ വെക്കുകയാണ്. കുട്ടി ഏതാണ് എടുക്കുന്നതെന്നുള്ളത്. മൂസാൻ്റെ കൈ തമ്പറിലേക്കാണ് പോയതെന്നാണ്, കാരക്കയിലേക്കാണ് പോയത്. പക്ഷേ ജിബ്രീൽ കൈ മാറ്റി എന്നാണ് അത് ആ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയായിരിക്കെ തീക്കനയിൽ എടുത്തിട്ട് അത് വായിലിട്ടതാണ്. ഇട്ടപ്പോൾ എന്ത് ചെയ്ത്? നാവിൽ തീ പൊള്ളി മുറിയായി. അത് അപ്പോഴത്തേക്ക് തുപ്പി ഒഴിവാക്കി. പക്ഷേ അത് നാവിലെന്ത് ചെയ്തു? ഈ ഉഖ്ദത്തിനെ തീർത്തു എന്നാണ്. അതാണ് ഈ തമ്രത്തിൻ്റെയും ജംറത്തിൻ്റെയും കഥ. അത് ഇസ്രായേലി ഇതിഹാസങ്ങളിൽ നിന്നുള്ളതാണ് സംഭവം. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കഅബുൽ അഹ്ബാറിൽ നിന്ന് സ്വീകരിച്ചതാകാമെന്നാണ് പറയുന്നത്. അത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതിലൊക്കെ ചില ചർച്ചകൾ കാണാൻ സാധിക്കും. എന്തായാലും ഇസ്രായേലി ഇതിഹാസമാണ്. പിന്നെ നമ്മളുടെ ഷറഈനെ വിലങ്ങണ ഒരു പ്രശ്നമൊന്നും അതിലില്ല. ഇസ്രായേലി ഇതിഹാസങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ ദീനിന് എതിരാണ് എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഇസ്രായേലി ഇതിഹാസങ്ങൾ പറയാം എന്നുള്ളതാണ് ഒരു തത്വം. എന്തായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിന് എന്തുണ്ടായിരുന്നു? ഒരു തരം വിക്ക്, സംസാരിക്കുമ്പോൾ ഒരു തരം പ്രയാസം അതുണ്ടായിരുന്നു. അതെങ്ങനെ? അതിൻ്റെ വിഷയത്തിലാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേറെയും പറയുന്നുണ്ട്. പിന്നെ ഹുവ അഫ്സഹു മിന്നി ലിസാനിൻ എന്ന് പറയുന്നുണ്ട്. ഹുവ അഫ്സഹു മിന്നി ലിസാനിൻ, എന്നേക്കാൾ അദ്ദേഹം അഫ്സഹു മിന്നി എന്നാണ് ലിസാനിൻ. എന്താ? സ്ഫുടഭാഷിയാണെന്ന് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഹാറൂനെ കുറിച്ച്. ഫിറൗനെ കുറിച്ചല്ല, ഹാറൂനെ കുറിച്ച്. ഹാറൂനെ കൂടെ വിടണം, ഹാറൂനെ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഹുവ അഫ്സഹു മിന്നി ലിസാനിൻ, എന്നേക്കാൾ വാജാട്ടോപ്പിയാണ് ആര്? ഹാറൂൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂസാക്ക് എന്തുണ്ട്? ഈ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി.